ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 2-3 ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊളൈറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ ഞാൻ എങ്ങോട്ടാണ് കയറിപ്പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെന്നൈയിലെ കേരള സമാജത്തിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, നിശാഗന്ധി എന്ന് പറഞ്ഞിട്ട്. എല്ലാ വർഷവും നമ്മൾ ജാനുവരിയിലാണ് അത് നടത്തുക കേട്ടോ. അപ്പോൾ ജാനുവരി 10-ാം തീയതി ആയിരുന്നു ഈ വർഷത്തെ പ്രോഗ്രാം. അപ്പോൾ നമ്മുടെ ഓണം പ്രോഗ്രാമൊക്കെ നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ചെന്നൈ മലയാളികളെല്ലാവരും കൂടെ കൂടിയേക്കുന്നൊരു സമയമാണിത്. അപ്പോൾ നമ്മുടെ പരിപാടി ഇന്ന് പാട്ടും ഡാൻസും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെയാണ്. കൂടുതലും പാട്ടാണ്, ഗാനമേളയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അടിപൊളി ഡാൻസും പിന്നെ ഒക്കെ ആയിട്ടാണ് തുടങ്ങിയത് കേട്ടോ. പിന്നെ പാട്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പിള്ളേരൊക്കെ ഫ്രണ്ടിൽ പോയി നിന്ന് നല്ല ഡാൻസായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പാറുവിനെയും കാണുന്നുണ്ടാവും. പാറുവും ഭയങ്കര ഡാൻസായിരുന്നു കേട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു സിംഗർ പാറുവിനെ എടുത്തുകൊണ്ട് പാട്ട് പാടാനൊക്കെ തുടങ്ങി. അതുപോലെ അവൾ ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു അതിൽ. അവിടെ പോയി നിന്ന് അങ്ങനെയൊക്കെ തുള്ളുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ആൾക്ക് അങ്ങനെ ഒരു ഫിയറൊന്നും ഇല്ലാതെ നന്നായിട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇരുന്നിരുന്ന ആൾക്കാരൊക്കെ കുറഞ്ഞു. അവിടെ നിന്ന് ഡാൻസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടി. എല്ലാവരും പോയി എൻജോയ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ നെല്ലിക്കച്ചാർ. അപ്പോൾ ആ നെല്ലിക്കച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നെല്ലിക്കച്ചാറിൻ്റെ, നമ്മുടെ സബ്സ്ക്രൈബർ സുചിത്ര റെസിപ്പി ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ സുചിത്ര പിടിച്ചോട്ടോ റെസിപ്പി. ഞാൻ വലിയ അച്ചാറിന് സ്പെഷ്യലിസ്റ്റൊന്നുമല്ല. ഞാനിപ്പം പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരീക്ഷണങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഈ റെസിപ്പി അടിപൊളിയായിരുന്നു. ഇപ്പം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അച്ചാറാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത്തിരി അധികം തന്നെ നല്ലെണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതേ നല്ലെണ്ണയാണ് എപ്പോഴും ഉപയോഗിക്കുക. നല്ല ടേസ്റ്റും നാണവും ഗുണമുള്ള എണ്ണയാണെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ ഞാൻ അത് തന്നെയാണ് വാങ്ങിക്കാറ്. അപ്പോൾ നന്നായിട്ട് കടുക് ഇട്ടിട്ടുണ്ട്. അത് പൊട്ടി വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇട്ടു കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ലോണം തന്നെ കറിവേപ്പില ഇട്ടു. അതൊന്ന് ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ ആ പതയൊക്കെ ഒന്ന് മാറി അതിൻ്റെ ജലാംശം ഉണ്ടല്ലോ അത് മൊത്തം അങ്ങോട്ട് പോയി വരുമ്പോൾ ഞാൻ കുറച്ചധികം തന്നെ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല എരിവെള്ള മുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ചിടാം. അപ്പോൾ ഞാൻ അച്ചാർ പൊടിയിലും കൂടെ നന്നായിട്ട് എരിവുണ്ടാവുമല്ലോ. അപ്പോൾ ഭയങ്കര എരിവായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കൂടെ ചേർത്തില്ല. ഞാൻ ബ്രാഹ്മിൺസിൻ്റെ അച്ചാർ പൊടിയാണ് എപ്പോഴും ഉപയോഗിക്കാറ് കേട്ടോ. അതും ഇട്ട് കൊടുത്തു. ഇതിൻ്റെ ഒരു അളവൊന്നും പറയാനായിട്ട് എനിക്കൊരു കൈയളവായിരുന്നു കേട്ടോ. എടുത്തിരിക്കുന്ന നമ്മുടെ നെല്ലിക്ക അനുസരിച്ചിട്ടാണ്. പിന്നെ കായം, പിന്നെ ഉപ്പ്, ഉലുവാപ്പൊടിയും കായവും അത്യാവശ്യം നന്നായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അപ്പം ഞാൻ ഈ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തു. എന്നിട്ടാണ് പൊടികൾ ചേർത്തത്. അത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. സിമ്മിലിട്ടാൽ പോലും അതങ്ങ് കരിഞ്ഞ ഒരു ടേസ്റ്റ് വന്ന അച്ചാറിന് കൊള്ളില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഇടണമെന്നുണ്ടെങ്കിൽ സേഫാണ്. അപ്പം എനിക്ക് കുറച്ചും കൂടെ എണ്ണ വേണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ എണ്ണ കുറച്ച് ഇട്ടു. എണ്ണ ഒഴിക്കാനായിട്ട് മടി കാണിക്കരുത്, പിശുക്കും കാണിക്കരുത്. കാരണം നമ്മുടെ അച്ചാർ കേടാവാതിരിക്കാനായിട്ടുള്ള നമ്മൾ ചേർക്കുന്ന ഒരേ ഒരു സാധനം ഈ എണ്ണയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എണ്ണ ഉണ്ടെങ്കിൽ മാത്രമാണ് അച്ചാർ കുറച്ച് നാൾ ഇരിക്കുകയുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഒരു അനുഭവം കേട്ടോ. അപ്പോൾ ഈ നെല്ലിക്ക ഞാൻ ആവി കയറ്റി വെച്ചേക്കുവാണ്. ആവി കയറ്റിയിട്ട് ചെറിയ ഒരു അതിൻ്റെ ഒരു പൊളിക്കുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ ഇങ്ങനെ അടർന്ന് ഇങ്ങനെ അടർത്തി വെച്ചിട്ടുണ്ട് കുരു കളഞ്ഞിട്ട്. അപ്പോൾ അത് മാറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഒരുപാടില്ല, നെല്ലിക്കയ്ക്ക് പുളിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അങ്ങോട്ട് ഒഴിക്കുന്നില്ല. കുറച്ച് വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലായിരുന്നോ, അത്രേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് വെള്ളം ഒഴിക്കുന്നത് നമ്മൾ നെല്ലിക്ക ആവി കയറ്റി എന്ന് പറഞ്ഞില്ലേ. അപ്പം നെല്ലിക്കയുടെ ആവി വെള്ളം ഉണ്ടല്ലോ, തിളപ്പിച്ച ആ വെള്ളം. അപ്പോൾ നെല്ലിക്കയുടെ ഒരു ഇതും കൂടെ അതിൽ വീണിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വെള്ളമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. വേറെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പം ഞാൻ ഇതിൽ ഇത്രേ ചേർത്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് തോന്നി കുറച്ചുകൂടെ വേണമെന്ന് തോന്നിയിട്ട് ഞാൻ ആ വെള്ളം മുഴുവനായിട്ട് ഇതിൽ ചേർത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഒരു മിനിറ്റ് അങ്ങനെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവും. ആ ഒരു ഗ്രേവി നല്ലൊരു തിക്കായി നല്ലൊരു ഇതായിട്ട് വരും. ഒരു മിനിറ്റോളം ഞാനങ്ങനെ തിളപ്പിച്ചു. എന്നിട്ട് ഒരു നുള്ള് പഞ്ചസാര ഇട്ടു കേട്ടോ. അതൊരു ടേസ്റ്റ് മേക്കർ തന്നെയാണ്. ഞാനൊരു നുള്ളിട്ടു. കാരണം ഇതെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് നമ്മുടെ നെല്ലിക്ക ഇടേണ്ടത്. ഞാൻ നെല്ലിക്ക ഇതുപോലെ
അടർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് പിന്നെ ഒരുപാട് അങ്ങോട്ട് കുക്ക് ചെയ്യണ്ട കേട്ടോ. നെല്ലിക്ക ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെല്ലിക്ക ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തു കേട്ടോ. പിന്നെ ഇത് ഗ്രേവി വേണോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലൊരു ഇച്ചിരിയും കൂടെ ആയാലും കുഴപ്പമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് തണുത്ത് വന്നപ്പോഴേക്കും കാര്യമായിട്ട് ഗ്രേവി ഉണ്ടായിരുന്നില്ല, അതങ്ങ് ശരിക്കങ്ങ് വറ്റിപ്പോയി. ഈ എക്സ്ട്രാ വെള്ളം ഒഴിക്കുമ്പോഴേ തിളപ്പിച്ചാറ്റിയ വെള്ളം വേണം ഒഴിക്കാൻ. അതല്ലാതെ നമ്മൾ ഡയറക്റ്റ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അച്ചാർ വേഗം കേടായി പോവും. പിന്നെ നമ്മൾ ഈ ആവി കയറ്റുന്ന വെള്ളം ഉണ്ടല്ലോ, അത് വെള്ളം നമുക്ക് ഏകദേശം വേണ്ട ഒരു കണക്കനുസരിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഞാൻ പണ്ട് വിചാരിച്ചിരുന്ന അച്ചാർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര പണിയാണെന്നാണ്. പക്ഷേ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ആവുമെന്ന് എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ആദ്യമായിട്ടൊക്കെ നമ്മൾ അച്ചാറിടുമ്പോൾ ഞാനങ്ങനെ ആദ്യമായിട്ടൊക്കെ അച്ചാർ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും തോന്നിയില്ലായിരുന്നു. നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തോന്നുമല്ലോ, നന്നായിട്ട് ചെയ്യാൻ പറ്റി, നല്ല ടേസ്റ്റ് ഉണ്ട്, ഓക്കെ ആണെന്നുള്ളത്. അങ്ങനെ എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്, ഇരിക്കാറുമുണ്ട്. നമ്മൾ ഇപ്പം വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഓയിലാണ് കൂടുതൽ ചേർക്കുക. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ചേർക്കുകയും വേണ്ട, നമുക്കൊരു കണക്കുണ്ടല്ലോ, ആ ഒരു കണക്കിന്. പക്ഷേ പിശുക്ക് കാണിക്കാതിരുന്നാൽ മതി ഓയിൽ ചേർക്കുമ്പോൾ. അത് ഓയിൽ തീർന്നു പോകുന്നുള്ളത് കൊണ്ടല്ല എല്ലാവരും പിശുക്ക് കാണിക്കുക, നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ പോലും നമ്മൾ ആ അച്ചാർ ഇട്ട് കുറച്ച് നാൾ വെച്ചിരുന്ന് കഴിക്കണം എന്നുള്ളൊരു ഇത് കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചീത്തയായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് അർത്ഥമില്ലാണ്ടാവില്ലേ. അതുകൊണ്ടാണ് ഞാൻ ഓയിലിൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഗ്ലാസ് ബോട്ടിൽസിലാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് നാൾ വെക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഒരു ദിവസം നമുക്ക് പുറത്ത് തന്നെ വെക്കാം, അപ്പം തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കണ്ട. ഞാൻ നന്നായിട്ട് ആറിക്കഴിഞ്ഞിട്ട് ഇതുപോലെ ബൗളിലേക്ക് നമ്മളുടെ ഇട്ട് വയ്ക്കുന്ന ബോട്ടിൽസിലേക്ക് മാറ്റിയിട്ട് ഒരു ദിവസം 1-2 ദിവസം വേണമെങ്കിൽ നമുക്ക് പുറത്ത് വയ്ക്കാം. ഒരു ദിവസം വെച്ചാലും മതി, ചൂടുകാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അപ്പോൾ മുകളിൽ എണ്ണ വന്ന് ഊറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുക, കുറച്ച് നാൾ വെച്ചിരിക്കാനുള്ള ബോട്ടിലിൽ. അപ്പോൾ ആ എണ്ണയുടെ ഒരു ഇത് ലെയർ മുകളിലുള്ളപ്പോൾ ഒട്ടും ചീത്താവില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രോസറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് റീഫില്ല് ചെയ്ത് വെക്കണം, അതൊക്കെയായിരുന്നു പരിപാടി. അപ്പം ഞാനിന്നാൽ രാത്രിയായി. അപ്പോൾ എന്നാൽ അതൊക്കെ ഒന്ന് ഒതുക്കി കുറച്ചൊക്കെ വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ടു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഈ ഒരു പരിപാടിക്ക് നിന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ ഡിമാർട്ടിൽ നിന്നാണ് ഇവിടുന്ന് കൂടുതലും വാങ്ങിക്കാറ്. പിന്നെ നമ്മുടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ നിന്നാണ് മിക്കവാറും സാധനങ്ങൾ വാങ്ങിക്കാറ് കേട്ടോ. പിന്നെ ഡിമാർട്ടിൽ 2-3 ക്വാളിറ്റിയിൽ തന്നെ ഡിമാർട്ടിൽ തന്നെ സാധനങ്ങൾ 2 ക്വാളിറ്റി 3 ക്വാളിറ്റിയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി നോക്കി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നല്ല പ്രോഡക്റ്റ്സ് തന്നെയാണ് അവിടെ കിട്ടുക. അപ്പോൾ ഈ ലൂസായിട്ടുള്ള സാധനങ്ങളുടെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ കുറേ ബ്രാൻഡ്സ് കിട്ടും. ഇപ്പോൾ ഞാൻ എടുക്കുന്നതിൽ ഈ ചെറിയ ഇങ്ങനെ ഒരു കിഴി പോലെ കെട്ടി വെച്ചേക്കുന്നുണ്ടല്ലോ, അതെല്ലാം ലൂസായിട്ടുള്ള സാധനങ്ങളാണ്. തുവരപ്പരിപ്പ്, അരി പലതരം വെറൈറ്റി അരികൾ, അതായത് പൊന്നി റൈസ് തന്നെ പലതരം അരികൾ, പിന്നെ ചെറുപയർ, കടല, അങ്ങനെ കുറേ പരിപ്പുകൾ തന്നെ പല ടൈപ്പ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ലൂസായിട്ട് കിട്ടും. ഈ ലൂസായിട്ടുള്ളത് തന്നെയാണെങ്കിലും പല ക്വാളിറ്റിയിലുണ്ടാവും. ഇപ്പോൾ ബിരിയാണി റൈസ് ആണെങ്കിലും ജീര റൈസ് ആണെങ്കിലും എല്ലാം പല ക്വാളിറ്റിയിലുണ്ടാവും. അപ്പം നല്ല ക്വാളിറ്റിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല സാധനം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും കുറച്ചും കൂടെ ഇപ്പം നമ്മൾ ഒരുപാടങ്ങനെ നമ്മളെന്താ പറയുക, ഈ ഒരു കാര്യത്തിലൊന്നും പിശുക്ക് കാണിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ആ ക്വാളിറ്റി വ്യത്യാസം വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിലും ടേസ്റ്റിലും നമ്മൾ ഗുണത്തിലുമൊക്കെ വ്യത്യാസം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം സാധനങ്ങളെല്ലാം ഫില്ല് ചെയ്തു. തീർന്നിരിക്കുന്ന ബോട്ടിൽസ് എല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഫില്ല് ചെയ്തു. പിന്നെ ഈ ഇപ്പോൾ ഉള്ളത് ബോട്ടിൽസിൽ ഉള്ള സാധനങ്ങൾ ഞാൻ അതിൻ്റെ പുറമേ റീഫില്ല് ചെയ്യില്ല. അത് കഴിഞ്ഞ് ആ പഴയ സാധനങ്ങൾ തീർന്നിട്ട് ആ ബോട്ടിലൊന്ന് കഴുകിയിട്ടാണ് ഞാൻ റീഫില്ല് ചെയ്യാറ് കേട്ടോ എപ്പോഴും. അപ്പോൾ കേട് വരില്ല. നമ്മൾ പഴയതിൻ്റെ കൂടെ തന്നെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേട് വരും സാധനങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം ഇനി. ഇപ്പോൾ ഇരിക്കുന്നതൊക്കെ പല പല ബോട്ടിൽസിലൊക്കെ ആയിട്ടാണ്.
അപ്പോൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. പിന്നെ ഞാൻ 1-2 ബോട്ടിൽസ് ഇപ്രാവശ്യം ഈ ഡിമാർട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചു. സെല്ലോൻ്റെ ഒരു ബോട്ടിൽ, അടിപൊളി ബോട്ടിലായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പ്ലാസ്റ്റിക്കാണ്, ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കാണ്, നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് പിടിച്ചപ്പോൾ തന്നെ തോന്നി. അതിൽ ഞാൻ നോക്കിയായിരുന്നു, എഴുതിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ പാറുവിനുള്ള സ്നാക്സൊക്കെ ഒന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കൊടുക്കാനായിട്ട് എനിക്ക് എളുപ്പമുണ്ടാവും. എപ്പോഴും ഇതിങ്ങനെ തുറക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. ഇപ്പം തന്നെ ഒരു ലൈക്ക് കൊടുത്തേക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.